ബുക്കിംഗിൽ ഫുൾ, തിയേറ്ററിലെത്തുമ്പോൾ 12 ആളുകൾ. മലയാള സിനിമയിലെ അപകടകരമായ പ്രവണതയെക്കുറിച്ച് തുറന്നു പറയുകയാണ് അനൂപ് മേനോൻ എന്ന നടൻ. എത്ര രൂപ അങ്ങനെ ഇടുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയധികം പൈസയാണ് ബുക്കിങ്ങിന് വേണ്ടി ചിലവാക്കുന്നത്. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലർക്ക് അത് കൊണ്ട് എന്നിരിക്കും. അങ്ങനെ കൊള്ളുമ്പോൾ അവരത് വളരെ മാരകമായി പ്രതികരിച്ചെന്നിരിക്കും. ചില ആളുകൾ മിണ്ടാതിരിക്കും. അങ്ങനെ ഒരുപാട് റിയാക്ഷൻസ് പല സൈഡിൽ നിന്നും കിട്ടാറുണ്ട്. പ്രത്യേകിച്ചും സിനിമാക്കാരെ കുറിച്ച് പറയുമ്പോൾ ആക്ഷേപിച്ചാൽ അവരുടെ പേരിൽ നടപടിയെടുക്കണം. വിമർശനം നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമ റിലീസായി ഒരു ഷോ പോലും ഓടുന്നതിന് മുമ്പ് തന്നെ, തികയുന്നതിന് മുമ്പ് തന്നെ റിവ്യൂ ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾ ഇവിടെയുണ്ട്. ഇത് ചെയ്യുന്നത് നിർമ്മാതാക്കൾ തന്നെയാണ് ഇവരെ വഷളാക്കിയത്. കാരണം ഓരോ സിനിമയുടെ ആദ്യത്തെ ഷോ വരുമ്പോഴും ആ ഷോയ്ക്ക് മുൻപ് നടത്തുന്ന ഒരു പ്രിവ്യൂ ഷോ, ആ പ്രിവ്യൂ ഷോയിൽ ഓൺലൈൻ ചാനലുകാരെ ഒരു ഗ്രൂപ്പിനെ വിളിച്ചു കയറ്റും. ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് പെയ്ഡാണ്. ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ ഇതിനെ പൊലിപ്പിച്ചേക്കാം. ഈ ഷോ കഴിയുമ്പോൾ തന്നെ ഈ സിനിമ 100 കോടി ക്ലബിലേക്ക് കയറും. അതാണ് ചരിത്രം. അല്ലെങ്കിൽ ഒരു 2 ആഴ്ചത്തേക്ക് ഫുള്ളാണ് എന്ന് പറയും. പടം അല്പം പോലും കൊള്ളില്ലെങ്കിലും ശരി, അത് 2-3 ആഴ്ച ഹൗസ്ഫുള്ളാണ്. അവിടെ ചെന്നാൽ ടിക്കറ്റ് ഇല്ല. അവരെവരിത് പറയുന്നു, അവരത് പറയുന്നു. അതിനിടയ്ക്കൂടെ ഒരു തലയ്ക്ക് ഓളമില്ലാത്ത ഒരുത്തൻ അവിടെ വന്ന് റിവ്യൂ പറയാൻ വേണ്ടി നിൽക്കുന്നു. ചെകുത്തന്മാരെ പോലെയുള്ള ആളുകൾ വേറെ രീതിയിൽ പ്രതികരിക്കുന്നു. ഇങ്ങനെയൊക്കെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ ചില ആളുകൾ ചേർന്ന് വ്യഭിചരിക്കുന്നു സിനിമ റിലീസ് ചെയ്യുമ്പോൾ. അതിൻ്റെ കൂടെ ഈ ടിക്കറ്റിങ്ങിൽ വലിയൊരു കള്ളക്കളി. അതായത് ആദ്യത്തെ 3-4 ദിവസത്തേക്ക് ഓവർ ബുക്കിംഗ് ആണ്. ഓൾ കേരള ഓവർ ബുക്കിംഗ് ആണ്. ഒരു സീറ്റ് പോലും ബാലൻസ് ഇല്ല. പക്ഷേ തിയേറ്ററിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കാണേണ്ട കാഴ്ച 50-60 പേരായിരിക്കും മാക്സിമം ഉണ്ടാവുന്നത്. ഇത് നമ്മളൊക്കെ പറയുമ്പോൾ ചില നിർമ്മാതാക്കളും ഒക്കെ അങ്ങനെയൊന്നും ഇല്ല, മലയാള സിനിമയിൽ അങ്ങനെയല്ല, ഞങ്ങളാരും എല്ലാവരും ചെയ്യും എന്നല്ല പറയുന്നത്. അത് ചെയ്തിട്ടുണ്ട്. ആ ചെയ്തിട്ടുള്ളതിൻ്റെ തെളിവുകൾ വെച്ച് അനൂപ് മേനോൻ എന്ന നടൻ ഇന്നൊരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഈ അനൂപ് മേനോനും ചെക്ക്മേറ്റ് എന്ന സിനിമ അമേരിക്കൻ മലയാളികൾ നിർമ്മിച്ച ഒരു സിനിമയാണ്. ലിൻഡോ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുമൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. സാമാന്യം തെറ്റില്ലാത്തൊരു സിനിമയാണ് ഈ ചെക്ക്മേറ്റ്. ഈ ചെക്ക്മേറ്റ് കാണാൻ പോയ ഒരു അനുഭവം അനൂപ് മേനോൻ പറയുന്നത് ഇങ്ങനെയാണ്. ബുക്കിംഗിൽ ഫുൾ, തിയേറ്ററിലെത്തുമ്പോൾ 12 ആളുകൾ. മലയാള സിനിമയിലെ അപകടകരമായ പ്രവണതയെക്കുറിച്ച് തുറന്നു പറയുകയാണ് അനൂപ് മേനോൻ എന്ന നടൻ. എത്ര രൂപ അങ്ങനെ ഇടുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയധികം പൈസയാണ് ബുക്കിങ്ങിന് വേണ്ടി ചിലവാക്കുന്നത്. ബുക്കിംഗ് നോക്കുമ്പോൾ വലിയ ആളുകളുള്ള സിനിമ കാണാൻ തിയേറ്ററിലെത്തുമ്പോൾ 12 പേരാണ് ഉള്ളതെന്ന് സ്വന്തം അനുഭവം പങ്കുവച്ച് അനൂപ് മേനോൻ താൻ നായകനായ ചെക്ക്മേറ്റ് എന്ന പുതിയ ചിത്രം കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു അനൂപ് മേനോൻ. അതേസമയം ചിത്രം കണ്ടവരിൽ നിന്ന് മികച്ച പ്രതികരണങ്ങളാണ് വരുന്നതെന്നും അനൂപ് പറയുന്നു. മലയാള സിനിമയിൽ ഇപ്പോൾ കണ്ടുവരുന്ന വളരെ അപകടകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ പ്രവണത എന്ന് പറയുന്നത് ആദ്യത്തെ 3 ദിവസം ഒരു വലിയ സംഖ്യ തിയേറ്ററുകളിലേക്ക് ഇട്ട് ആളുകളെ കൊണ്ടുവരേണ്ടി വരിക എന്നുള്ളതാണ്. എത്ര രൂപ അങ്ങനെ ഇടുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയധികം പൈസയാണ് ഇവർ തിയേറ്ററിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇടുന്നത്. ഒരു സിനിമ ചെയ്യാനാകുന്നതിൻ്റെ അടുത്തുള്ള പൈസയാണ് തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടി ഇവർ ഇറക്കുന്നത്. എന്നാൽ ഇതേ തിയേറ്ററിൽ ആളെ കൊണ്ടുവരുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ തിയേറ്ററിനകത്ത് കയറി നോക്കുമ്പോൾ 12 പേരെ ഉണ്ടാകൂ. ഇത് ബുക്കിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ പലപ്പോഴും. അതൊന്നും ഒരു ഫുൾ പ്രൂഫായുള്ള മെത്തേഡല്ല, അനൂപ് മേനോൻ പറഞ്ഞു വെക്കുന്നു. അമേരിക്കൻ മലയാളികൾ ചേർന്നൊരുക്കിയ ചെക്ക്മേറ്റ് എന്ന സിനിമയെക്കുറിച്ച് അനൂപ് മേനോൻ പറയുന്നു. അസൽ റിവ്യൂസ് വരുന്നുണ്ട്. ഇത് പൂർവ്വ മാതൃകയിലുള്ള ഒരു സിനിമയല്ല. ആ സിനിമ വിശ്വസിക്കുന്നതിലെ ഒരു വൈകൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാവും.
ആ ഡിലേ എത്രയും പെട്ടെന്ന് തീരട്ടെ. അമേരിക്കൻ മലയാളികളുടെ സിനിമയാണത്. സിനിമയോടുള്ള ഒട്ടും കലർപ്പില്ലാത്ത ഇഷ്ടം കൊണ്ടാണ് അവർ സിനിമയിലേക്ക് എത്തിയത്. കഴിഞ്ഞ 4 വർഷങ്ങൾ അവർ ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതാണ്. സിനിമ എത്തിക്കാനും അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. വലിയ വിതരണക്കാരൊന്നും തയ്യാറായില്ല. ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോലും ഒരു വലിയ പേരുകാരും മുന്നോട്ട് വന്നില്ല. അതൊക്കെ വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ദൗർഭാഗ്യകരമെന്നേ പറയാനുള്ളൂ. എന്നാൽ സിനിമ അത്രയധികം നല്ല റിവ്യൂസിലൂടെ കടന്നു പോകുന്നു. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് അനു മേനോൻ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം ബോധ്യമായി. ചില താരങ്ങളുമൊക്കെ ഈ സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയാൻ മുന്നോട്ട് വന്നിരിക്കുന്നു. ആരുടെയെങ്കിലും പോക്കറ്റിൽ നിന്നുള്ള പണം ഇറങ്ങുമ്പോൾ അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ആ നഷ്ടപ്പെടുന്നവന് മാത്രമേ ഉണ്ടാകൂ. ഇതിൽ അഭിനയിക്കുന്നവർക്കാണെങ്കിലും സാങ്കേതിക പ്രവർത്തകർക്കാണെങ്കിലും ഒക്കെ അത്യാവശ്യം ശമ്പളവും ഒക്കെ മേടിച്ച്, ചില സിനിമകളിലൊക്കെ ആണെങ്കിൽ കോടികളും ഒക്കെ മേടിച്ച് അവർ പോക്കറ്റ് നിറച്ചു പോകുമ്പോൾ ഈ നിർമ്മാതാവ് വീണ്ടും ഈ സിനിമ ഓടാൻ വേണ്ടി, ഇത് ഓടി എന്ന് കാണിക്കാൻ വേണ്ടി, തിയേറ്ററിൽ ഹൗസ്ഫുള്ളാണ് എന്ന് കാണിക്കാൻ 2-3 ദിവസം ടിക്കറ്റുകൾ ലക്ഷങ്ങളും കോടികളും ഒക്കെ കൊടുത്ത് ബുക്ക് ചെയ്യുന്നു. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് തിയേറ്ററിൽ 10 പേര് പോലും ഇല്ലാത്ത അവസ്ഥ. അതാണ് അനു മേനോൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ സിനിമ ചെയ്യുന്നത്? സിനിമ ചെയ്ത് നല്ല സിനിമയാണെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായത്തിൽ മുന്നോട്ട് പോകും. അതിന് ഒരു ഓൺലൈൻകാരനും 10, 15, 20 ലക്ഷം രൂപ കൊടുത്തിട്ട് റിവ്യൂ എഴുതി അതിനെ പൊലിപ്പിക്കേണ്ട ആവശ്യമില്ല. ജനങ്ങളുടെ നാവാണ് ഏറ്റവും വലിയ റിവ്യൂ. കമലഹാസന്റെ ഇന്ത്യൻ ടൂർ റിലീസായപ്പോ അന്ന് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ, ഞാൻ ആദ്യ ഷോ തന്നെ കാണാൻ പോയ ആളാണ്, തിയേറ്ററിൽ ഇരുന്ന് ആളുകൾ പിറുപിറുക്കുന്നതും ഇരുന്ന് ഉറങ്ങുന്നതും എഴുന്നേറ്റ് പോകുന്നതും ഒക്കെ ഞാൻ കണ്ടതാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആൾക്കാരുടെ പ്രതികരണം കേട്ടിട്ട് അവസാനം ഞാൻ അന്ന് റിവ്യൂ ചെയ്തു. ഈ സിനിമ പ്രതീക്ഷിച്ചത്രയും ആയില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സിനിമയല്ലേ, തമിഴായാലും മലയാളമായാലും ഹിന്ദി ആയാലും ഏതായാലും മുടക്കം മുതൽ അതിൽ തിരിച്ചു കിട്ടണം എന്നുള്ളതാണല്ലോ ഒരു നിർമ്മാതാവിന്റെ ആഗ്രഹം. അതിനെ പാരവെക്കുന്ന രീതിയിൽ ചെയ്യുന്നതും നിർമ്മാതാക്കൾ തന്നെ നിർമ്മാതാക്കളുടെ സിനിമ ഇതേ രീതിയിൽ അതിനെ വ്യഭിചരിക്കുന്നതും നിർത്തിയില്ലെങ്കിൽ മലയാള സിനിമ കാണാൻ പോകുന്നത് വലിയൊരു ആപത്ത് തന്നെയാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 160-ലധികം സിനിമകൾ റിലീസാകാനിരിക്കുന്നു. OTTക്കും സിനിമകൾ വേണ്ട, സാറ്റലൈറ്റിനും വേണ്ട. തുച്ഛമായ സിനിമകൾ മാത്രമേ തുച്ഛമായ വിലകൾ കൊടുത്ത് OTT പ്ലാറ്റ്ഫോമുകൾ പോലും എടുക്കുന്നുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ സിനിമയുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? ഒരു മഞ്ഞുമൽ ബോയ്സോ ഒരു പ്രേമലുവോ ഒന്നും ഓടിയത് കൊണ്ടൊന്നും മലയാള സിനിമ രക്ഷപ്പെടില്ല. മലയാള സിനിമ രക്ഷപ്പെടണമെങ്കിൽ ഇറങ്ങുന്ന ഒരു 70% സിനിമകളെങ്കിലും അത്യാവശ്യം ആവറേജായി ഓടിപ്പോവുകയും അതിന്റെ മുടക്കുമുതലെങ്കിലും തിരിച്ചു കിട്ടുകയും വേണം.